ഹായ്, ഞാനിപ്പോൾ ഒരു ഓൺ വോയിസിൽ വരാനായിട്ടുണ്ടായ കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് സൗഹൃദവും സാഹോദര്യവും എല്ലാം നിറഞ്ഞേക്കുന്ന ഒരു നാടാണ്. ശനിയാഴ്ച ഇസ്രയേലും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം സ്റ്റാർട്ടായി. എനിക്ക് തോന്നുന്നു ആ നാട്ടിലെ ആളുകൾക്കില്ലാത്ത ദണ്ണവും വിഷമവുമാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക്. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരു പോസ്റ്റുകൾ എത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലാണെന്നറിയോ? കാരണം നമ്മൾ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ഒരു നാടാണ്. ഹിന്ദു എന്നോ മുസ്ലിമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ പേരെടുത്ത് അങ്ങനെ ചോദ്യം ചെയ്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം ബ്ലഡ് ഒന്നാണ്. ആ രീതിയിൽ ചിന്താഗതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഒരു വൈകാരികതയുടെ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്. കാരണം യുദ്ധം എന്ന് പറയുന്നത് തുടക്കമാണേലും ഒടുക്കമാണേലും കുറേ നിരപരാധികളും കുറേ പാവപ്പെട്ടവരും കുറേ ആളുകൾ മരിച്ചു പോകും. കാരണം നല്ല ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത് എഫക്റ്റ് ചെയ്യും. സ്ഫോടനങ്ങളും ബോംബുകളും വന്നു വീഴുന്നത് ഈ പറയുന്ന പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാജാക്കന്മാരുടെയും അതുപോലെ ഉത്തരവിടുന്ന ആളുകളുടെ വീട്ടിലേക്കൊന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഉപജീവന മാർഗത്തിനായിട്ട് പല രീതിയിൽ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ മകളിലേക്കായിരിക്കും വന്നു വീഴുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ രാജ്യത്തിനുണ്ടെങ്കിലും നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേര് ഇതിന് ബലി ആയിപ്പോവും. അത് കാരണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ഒരു തിരിച്ചൊരാക്രമണം നടത്തിയതിൻ്റെ പേരിൽ സന്തോഷമായിട്ടുള്ള പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഫേസ്ബുക്കിലൊക്കെ. നിങ്ങളൊക്കെ പറയാനുള്ള കാര്യം, ഇതെല്ലാം വന്ന് അവസാനം എത്തുന്നത് ഇന്ത്യയിലെത്തും. കാരണം ഈ നാട്ടിലുണ്ട് അതുപോലത്തെ വിഷവിത്തുകൾ ഇഷ്ടം പോലെ, അതുപോലെ ആ ചിന്താഗതിയിലുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെയെല്ലാം വന്ന് ഇത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ നാടും ഇതുപോലെ ആകും. അത് കാരണം വിഷമത്തോടു കൂടി പറയാണ്, നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ മാക്സിമം നമ്മൾ വയലേഷൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ ഇടുക. കാണുന്ന ആളുകളെല്ലാം ഒരു ചേരിയായിട്ട് തിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ മതസൗഹാർദ്ദം നിലനിർത്തുക. പിന്നെ അതിനുപരി നമ്മുടെ നാടിനെ ഇതൊന്നും ഏൽക്കാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. കാരണം ഇതെല്ലാം വലിയ വലിയ പ്രത്യയശാസ്ത്രമാണ്. കാരണം സാമ്പത്തിക മേഖലയെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല. എല്ലാവരുടെയും വീട്ടിൽ 1, 2, 3 വാഹനങ്ങളുണ്ടായിരിക്കാം. ഈ വാഹനങ്ങൾക്കൊന്നും ഇന്ധനം അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ഇന്ധനത്തിൻ്റെ വിലയിൽ ഭയങ്കര കയറ്റമാണ്. ഇനി ഫുഡ് ഓയിൽ, എണ്ണ, ഇതെല്ലാം ഭയങ്കരമായിട്ട് വില കയറുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിനെ എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അങ്ങ് അമേരിക്കയിലും ഇസ്രയേലിനും ഇറാനിലും ഇരുന്ന് ഓരോ പരിപാടികൾ കാണിച്ചു കൂട്ടുന്ന ജനങ്ങൾക്ക്, അല്ലെങ്കിൽ മതഭ്രാന്ത് മൂത്ത് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്ന കോമാളികൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെ പേക്കൂത്താണ് കാണിക്കുന്നത്. നമുക്കങ്ങനൊന്നും കാണിക്കാനുള്ള
ഒരു രീതിയിലേക്കുള്ള ഒരു സ്റ്റാറ്റസ് എത്തിയിട്ടില്ല ഇന്ത്യക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് കാരണം ഒരുപാട് വിഷമത്തോടു കൂടി പറയുകയാണ്, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പം എൻ്റെ പൊന്നു ചാനലുകാരെ, നിങ്ങൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, മെയിൻ ചാനലുകളുണ്ട്. നിങ്ങളൊക്കെ ഇടുന്ന പച്ചക്കള്ളങ്ങൾ, നിങ്ങളൊക്കെ ഇടുന്ന ഓരോ കാര്യങ്ങൾ എത്രത്തോളം സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരിക്കലും. ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ ചില ആളുകളുടെ പോസ്റ്റ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത്, പടച്ചതമ്പുരാനെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഒഴിവാക്കുക. മാക്സിമം ജനങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി അവരുടെ ഉള്ളിൽ കയറ്റാതിരിക്കുക. നമുക്ക് നമ്മുടെ നാടെന്നും നമ്മുടെ എന്താ പറയുക, ആ ഒരു 90-98 ആ കാലഘട്ടത്തിലുള്ള സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതിനെ ഒന്നും വിള്ളലേൽപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് വിഷമമുണ്ട്. കുറേ പോസ്റ്റുകൾ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ലാത്ത സാഹചര്യമാണ്. ഫേസ്ബുക്ക് തുറക്കുന്നതേ കാണുന്ന പോസ്റ്റുകൾ അത്രത്തോളം വേദനാജനകമായിട്ടുള്ള പോസ്റ്റുകളാണ്. അത് മലയാളികളുടെ പോസ്റ്റുകളാണ്, മലയാളികൾ ഇടുന്ന കമൻറ്റ്, മലയാളികൾ ഇടുന്ന ഓരോരോ പോസ്റ്റുകൾ. അപ്പോൾ ഞാനായിട്ട് ആരുടെയും പേരോ ആരുടെ കാര്യങ്ങളോ എടുത്ത് പറയുന്നില്ല. നമ്മളങ്ങനെ ഉള്ളൊരു പോസ്റ്റുകൾ ഇടാതിരിക്കുക. നമ്മളെന്നും നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യം എന്നും കാണിക്കുക. ഞാൻ ഈ പോസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വർഗീയതയില്ല, വിഭാഗീയതയില്ല. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ആളുകളെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ഞാനൊരു മുസ്ലിമാണ്. മുസ്ലിമായതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മത സൗഹാർദ്ദം അത് ഞാൻ നിലനിർത്തുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഞാൻ ആ രീതിയിലൊന്നും ഉള്ള ആളല്ല. അത് കാരണം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതിന് കമൻ്റ് ഇട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലേ. ഓരോരുത്തരുടെ അവകാശമാണ്, അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.